ഡേ നോക്കിയാണ് ഇതിൽ ഒരുപാട് വേക്കൻസി കിടക്കണല്ലേ. അച്ഛനിപ്പം നല്ല ശമ്പളമുള്ള ഒരു ജോലി ഇല്ലേ? ഇനി ഒരെണ്ണം പുതിയ നോക്കണോ? ഓ എനിക്കാ സി പബ്സ് പപ്സാ? യാ പപ്പയുടെ ഷോട്ട്. ജന്മം കൊണ്ട് ഞാൻ 90s ആണെങ്കിലും കർമ്മം കൊണ്ട് ഞാൻ 2K ആണ്. അങ്ങനെയുള്ള എനിക്ക് ഈ ജോലി കിട്ടിയാവുന്ന ആലോചിച്ച് നോക്കിയാണ്. ഒരു സർക്കാർ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, പിന്നെ ഒരു ചിക്ക് പോലും എന്നെ ലുക്ക് ചെയ്യില്ല. എൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം ബിസിനസ് ആണ്. ഏത് ബിസിനസ്? ഒരുപാടുണ്ടല്ലോ. എന്നാലും എന്ത് ബിസിനസ്? ലൈക്ക് മൈൻഡ് യുവർ ഓൺ ബിസിനസ്, നൺ ഓഫ് യുവർ ബിസിനസ്. യാ പറഞ്ഞുതരാം. എൻ്റെ ലോട്ട് ഓഫ് ഐഡിയാസ് ഉണ്ട്. ഐഡിയ നമ്പർ 1, കപ്പപ്പഴത്തിൽ നിന്നും നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്നു. എന്നിട്ട് അതിൽ നിന്നും പൊരിയെടുത്ത് നമ്മൾ ഉത്സവ പറമ്പിൽ പൊരിക്കച്ചവടം നടത്തും. ലക്ഷങ്ങളാണ് ടേൺ ഓവർ. ഈ ബിസിനസ് ഞാൻ അമ്മയുടെ പേരിൽ തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. കുടുംബശ്രീയിൽ അമ്മയ്ക്കുണ്ടാവുന്ന ഒരു ഇമേജ്, അംബാനിയേക്കാൾ മേലെ പണക്കാരി. ഐഡിയ നമ്പർ 2, മഴവെള്ളം നമ്മൾ കുപ്പിയിലാക്കി മഴയില്ലാത്ത ദുബായിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു. കോടികളുടെ ടേൺ ഓവർ ആണ്. അച്ഛന് വേണമെങ്കിൽ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. എന്നാൽ 2 ബക്കറ്റ് മഴവെള്ളം ഞാൻ തരാം. അയ്യടാ, എക്സ്പോർട്ട് ചെയ്യാനുള്ള വെള്ളമൊക്കെ ഞാൻ പൈപ്പിൽ നിന്ന് പിടിച്ച് വെച്ചിട്ടുണ്ട്. അച്ഛൻ ഫണ്ട് ഇറക്ക്, ലക്ഷം ഇറക്കി കോടി വാരണം. പിന്നെ നിന്റെ പേരിൽ ഞാൻ ഇടുക്കിയിൽ ചെടി കൃഷി ആലോചിക്കുന്നുണ്ട്. കഞ്ചാവാണോ? അല്ല, ചെടി എനിക്ക് പൂ തരും. പൂ ഞാൻ അമ്മയ്ക്ക് കൊടുക്കും, അമ്മ എനിക്ക് ചോറ് തരും. ആ ചോറ് നീ പട്ടിക്ക് കൊടുക്കും? ഒരിക്കലുമല്ല, ആ ചോറ് ഞാൻ പൊതിച്ചോറാക്കി വെക്കും. അവിടെയാണ് എൻ്റെ ബിസിനസ് മൈൻഡ്. പക്ഷെ എന്നാലും ഇതിനൊക്കെ ഫണ്ട് വേണം. ഫണ്ടില്ലാത്ത എങ്ങനെ നിങ്ങളെയൊക്കെ പണക്കാരാക്കാൻ ഞാൻ പറഞ്ഞു പോയി. ദാ അവളെ കെട്ടിക്കാൻ വെച്ച പൈസ. അത് സാരമില്ല, അവളുടെ അടുത്ത് ആരെങ്കിലും ഇവിടെ ഇറങ്ങി പോകാൻ പറഞ്ഞാൽ മതി. ആ മാലയും ഊരി തന്നിരുന്നെങ്കിൽ ആ പൊരി ബിസിനസ് ഓണാക്കായിരുന്നു. അവരെയൊക്കെ മുമ്പ് ആളാവണ്ടേ. ഇത് ചെടിക്കച്ചവടത്തിന് എന്നെ കൊടുക്ക. വേണ്ടായിരുന്നു, ഇങ്ങോട്ട് തന്നെ. ലോൺ എടുത്തിട്ടായാലും ഈ സോഫയൊന്ന് മാറ്റണം. ബിസിനസ് മീറ്റിങ്ങിന് അംബാനിയൊക്കെ വരുമ്പോൾ മൂലത്തിൽ മൂട്ട കടിച്ചെന്നൊക്കെ ഇന്ത്യ ടുഡേയിൽ വന്നു കഴിഞ്ഞാൽ നാണക്കേട് പോകുന്നു. ഈ തിരിച്ചു നോക്കുന്നൊരു തിരിച്ചുവരവുണ്ടാവോ? ചുമ്മാ ഇല്ലടി, അവൻ്റെ ഐഡിയാസ് ഒക്കെ കേട്ടല്ലേ. മിനിമം ഒരു ആസിഫ് അലിയെങ്കിലും ആവും അവൻ. യൂസഫ് അലി.